പൊന്മാൻ ഈ സിനിമ ഇപ്പൊ കാണാത്ത മലയാളികളുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് കുറെ നാളായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിട്ടുപോയ ഒരു സിനിമയാണ് പൊന്മാൻ. വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടറുടെ ആദ്യത്തെ ഡയറക്ടോറിയൽ മൂവി. അത് വേറെ ലെവലിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫിന്റെയും സജിൻ ഗോപുവിന്റെയും ലിജോമോളുടെ ഒക്കെ പീക്ക് ലെവൽ പെർഫോമൻസുകളൊക്കെ ഒരു കിഡിലൻ മൂവി. ബേസിൽ ജോസഫിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുകളുള്ള ഒരു കിഡിലൻ മൂവി. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ കല്യാണ സമയത്ത് പെണ്ണിന്റെ വീട്ടുകാർക്ക് സ്ത്രീധനം കടമായിട്ട് കൊടുക്കുന്ന, പിരിച്ചു കഴിയുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന അതൊരു ബിസിനസ് മൈൻഡായിട്ട് കാണുന്ന ഒരാളാണ്. ഇയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കിടലൻ മൂവി. മനുഷ്യന്റെ ഇമോഷൻസിനെയൊക്കെ കണക്ട് ചെയ്ത് പോകുന്നൊരു വേറെ ലെവൽ മൂവി എന്ന് പറയാം. ഈ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് ആദ്യം കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ദേഷ്യമാണ് തോന്നിയത്. ഇവന്റെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. പിന്നീടാണ് ഇവന്റെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി വരുന്ന ഒരു വേറെ ലെവൽ മൂവി എന്ന് തന്നെ പറയാം. ഇത് ഇറങ്ങിയിട്ട് ഇത്ര നാൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ സിനിമയെ പറ്റി റിവ്യൂ ചെയ്യുന്ന വിഷയം എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സിനിമയെ പറ്റി പറയാനുള്ളത് നല്ലൊരു സിനിമ, വളരെ മനസ്സ് നിറഞ്ഞ ഒരു സിനിമ. 100 കോടിയൊക്കെ ശരിക്കും അർഹിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഇതുപോലുള്ള സിനിമകളാണ്. മലയാളത്തിന്റെ നല്ല പെർഫോമേഴ്സിനെ കൊണ്ട് നിറഞ്ഞ ഇതുപോലുള്ള ചെറിയ സിനിമകൾ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണ്.